ഞങ്ങൾ ഏറ്റവും അഭിമാനത്തോടെ കാത്തുനിന്ന് ഞങ്ങൾ മിലിറ്ററി ആവശ്യപ്പെട്ട് ഗൺസ മിലിറ്ററി വന്നിട്ട് ഞങ്ങളെ മോനെ എത്രയും പെട്ടെന്ന് ഈ ദൗത്യത്തിൽ വിജയിച്ച് കാണിക്കുന്നു. പക്ഷേ മിലിറ്ററി വന്നിട്ട് ഇത്രയും മണിക്കൂറുകളായിട്ട് യാതൊരു സംഭവങ്ങളും ഓലെ ഭാഗത്തുനിന്നുണ്ടായില്ല. കാര്യമായിട്ട് സംഭവിച്ചത് ഇവിടുന്ന് രഞ്ജിത്ത് സാറ് പോയത് മാത്രമാണ്. ആ സാറ് പോയതിന് ശേഷമാണ് അവിടെ ഒരു അന്വേഷണത്തിൻ്റെതായിട്ടുള്ളൊരു ഭാഗം നടക്കുന്നത്. ഇന്ത്യൻ മിലിറ്ററിന്റെ ഈ ഒരു അവസ്ഥയെ പറ്റിയിട്ട് എനിക്ക് വലിയ വിഷമമുണ്ട്. കാരണം ഓലെ ഞാൻ കുറ്റം പറയല്ല, ഓൽക്ക് നിർദ്ദേശത്തിന്റെ കുറവുണ്ട്. പിന്നെ ഓല് വന്നപ്പോൾ ഉപകരണങ്ങൾ ഇല്ലാത്തത് തന്നെ സംശയമുണ്ട്. ഇത് മോനെ കാണാതൊക്കെ ഈ വാഹനം അവിടെ ഇല്ലാന്ന് തെളിയിക്കുക എന്നുള്ള ആരൊക്കെയോ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ടോന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാരണവശാലും ഞാൻ ഇങ്ങനെ ഒരു മാധ്യമത്തിന്റെ മുന്നിൽ വരുമെന്ന് വിചാരിച്ചല്ല. ഇങ്ങനെയൊരവസ്ഥ എനിക്ക് ഇന്ന് വൈകുന്നേരം വരെയുള്ള അന്വേഷണം അവിടുത്തെ നിരീക്ഷിച്ചുകൊണ്ട് വന്നാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഞാനായിട്ട് ഇമ്പളെ കലക്ടർ ബന്ധപ്പെടുത്തിയും കൊണ്ട് എന്റെ നമ്പർ കൺഫേം ചെയ്ത് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് നമ്പർ കൊടുത്ത് ആ നമ്പർ അനുസരിച്ച് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അന്നേരം എനിക്ക് ചെയ്തു തരുമെന്ന് അവർ പറഞ്ഞ് ഒരു മെനിയാന്ന് വൈകുന്നേരം ഇമ്പളെ MP സാറിന്റെയൊക്കെ നിർദ്ദേശപ്രകാരം നടന്ന ഇങ്ങനെ പത്രക്കാരാണ് ഇതൊന്ന് പൊന്തിച്ച് വരിച്ചത്. ഈ അതനുസരിച്ച് മെനിയാന്ന് വൈകുന്നേരം 6 മണിക്ക് അവർ ഞങ്ങൾക്ക് വിളിച്ചിട്ട് നിങ്ങളെല്ലാ സംശയങ്ങളും ചോദിക്കുക, നിങ്ങൾക്ക് ഈ ഫ്രണ്ടിലുള്ള സംഭവങ്ങളെ ഫോട്ടോസും വീഡിയോസും അയച്ചു തരുമെന്നും പറഞ്ഞ് അങ്ങനെ അവർ അയച്ചു തന്ന് കുറച്ച് സമയങ്ങൾക്ക് ശേഷം അതെല്ലാം അവർ തന്നെ ഡിലീറ്റ് ചെയ്ത്. പിന്നെ യാതൊരു ബന്ധങ്ങളുമില്ല. അന്ന് രാത്രി വൈകുന്നേരം വരെ ഇത് മണ്ണെടുക്കൽ തുടരുമെന്ന് പറഞ്ഞ് അത് അന്ന് പതിവിൽ നേരത്തെ നിർത്തി. പിന്നെ എനിക്ക് സംശയം എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ്. ഈ ആളുകളൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടുന്ന് 3 ആൾ പോയിട്ടും 2 മുതലാളിമാരും അവിടെ ഉണ്ട്, ഒരു ഡ്രൈവറും. ഇവരൊന്നും അടുത്തേക്ക് കടത്തിവിടൂല. കടത്തിവിടുമ്പം പോലീസിന്റെ മർദ്ദനേറ്റും കൊണ്ട് കള്ളന്മാരെ പോലെ എന്തോ തെറ്റ് ചെയ്ത ആളുകളെ പോലെയാണ് അങ്ങോട്ട് പോകുന്നത്. ഇവിടുന്ന് പോയ ആളുകളൊക്കെ ഒരു മാനസികാവസ്ഥ ഇപ്പൊ എല്ലാവർക്കും ആലോചിച്ച് അറിയാലോ. ഇത്രയും ദിവസമായിട്ട് അവിടെ നിൽക്കുന്നൊരവസ്ഥ. പിന്നെ എനിക്ക് പറയാനുള്ളത്, പട്ടാളത്തിന് ഇപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ചെലവൊക്കെ ചെയ്തിട്ട് അവിടെ വരുത്തിയത് ആരെയോ കാണിക്കാൻ ഒരു ഡെമ്മി വിളിച്ചാണ്. ഈ ഏത് വ്യവസ്ഥയാണോ അതിനെ ഇങ്ങോട്ട് ആളെ കാണിക്കാൻ വേണ്ടി ഒരു കോമാളി കെട്ടി ഇമ്പളെ ഇന്ത്യൻ മിലിറ്ററിനെ പറഞ്ഞയച്ചത്, ആ വ്യവസ്ഥയോട് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്ന പോലെ തന്നെ കരുതട്ടെ. എന്താ വെച്ചാൽ ഒരു എക്യുപ്മെന്റും ഇല്ലാതെ ഒരു വന്നിട്ട് ഇന്നും ഇതിന് കാത്തുക്കുക. ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴിയിലോ മണ്ണിന്റെ അടിയിലോ പെട്ട ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ഓലെ കയ്യിൽ തെളിവില്ല. പിന്നെ ഇന്ന് ഞാൻ വൈകുന്നേരം അറിഞ്ഞത് അവിടെ ഇത്രയും മണ്ണെടുത്തതിലും മോനെ കാണുന്നില്ല. പക്ഷെ അവിടെ ഒരു കുഴി ഉണ്ടായിനി പുഴേന്റെ സൈഡിൽ. ആ കുഴിയിലേക്ക് തെന്നി വീഴാൻ സാധ്യത ഉണ്ടെന്ന്. പക്ഷെ അവരൊരു കാര്യം കൂടി ചെയ്തു വെച്ചിട്ടുണ്ട്. ആ കുഴീന്റെ മേലേക്ക് ഇവിടുന്ന് എടുത്ത മണ്ണുകളെ കൂമ്പാരം വേറെ കൂട്ടി വെച്ചിട്ടുണ്ട് പുഴ തീരത്തേക്ക്. പിന്നെ ഇനിയിപ്പം നേവിന്റെ ആൾക്കാർ വന്ന് വീണ്ടും തരുമെന്ന് പറയുന്നു. അപ്പോൾ ഇന്നാൾ വന്ന ആൾക്കാരൊക്കെ എന്താ ചെയ്തോ, നേവലിനി അല്ലേനോ? കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന ഡിറ്റക്ടർ കൊണ്ട് ഒരു ഉപകാരമില്ല. ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് പോലെ. അപ്പോൾ ഒരു മനുഷ്യന് ഇത്രയേ ഉള്ളൂ വില. ഈ ഒരു മനുഷ്യനെ തെരഞ്ഞിട്ട് അവിടുന്ന് കുറെ വേറെ ബോഡികളൊക്കെ കിട്ടി. അതൊക്കെ പുറം ലോകം അറിയുന്നുണ്ടോ? ഇത് ഇവിടെ മലയാളത്തിൽ മാത്രം പോരാ, ഇത് ഈ ഓൾ ഇന്ത്യ ശ്രദ്ധയിലേക്ക് വരണം. ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്തിട്ട് ആളുകൾ മിസ്സിംഗ് ആണ് അതാന്ന് പറഞ്ഞിട്ട് വേദനിക്കുന്നതൊക്കെ എത്രയോ ആളുകളുണ്ടാവും. അവിടെ എന്റെ ചെറിയ മോൻ പറയാണ്, അമ്മേ ഇവള് മലയാളികളായതുകൊണ്ട് ഇമ്പക്ക് എല്ലാവരും സപ്പോർട്ടും എല്ലാവരും അറ്റൻഷനും കിട്ടി. ഈ ഒരു അറ്റൻഷൻ ഇല്ലാത്ത ഒരു 3 പാവം സ്ത്രീകള് വേറെ 2 തമിഴ് മനുഷ്യന്മാരും വന്നിട്ട് ആൾക്കാരൊക്കെ അവിടെ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ ആട്ടി ഓടിക്കുകയാണ് അമ്മയെ ചെയ്യുന്നത്. പിന്നെ പുഴേന്റെ അപ്പുറത്തും എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അതും ഒരു നീതിയൊന്നും ആർക്കും കിട്ടുന്നില്ല. ഞങ്ങളെ കൂടെ ഇവർ നടന്നിട്ട് ഇവരോട് ഇങ്ങനെ താഴ്ന്ന് പറയുന്നുണ്ട്. ഇവർ ഓരോ ഭാഷ തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അവർ പറയുന്ന അവിടെ ആ ഹോട്ടല് എല്ലാവരും ഇറങ്ങി ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിലെ ജോലിക്കാരനാണ് ഇവർക്ക് മിസ്സായ ആള്. അയാൾ ആ ഹോട്ടലിൽ മിസ്സായി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഹോട്ടലിന്റെ ബാക്കി ഭാഗത്തേക്ക് ഇവര് ഓരോ മുന്നിൽ കൂടെ കൊണ്ടുപോയി മണ്ണ് കോരിയിടുക ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്ര സെറ്റപ്പ് ഇല്ലാതെ എനിക്ക് പറയുമ്പോ എന്താ അറിയോ, അഫ്ഗാനിലൊക്കെ ജയിക്കും പോലെ തോന്നുക. ഇന്ത്യയിലാണ് ഇങ്ങനെയൊരു സംസ്ഥാനം തോന്നുക. എന്തിനാ ഇങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് ഇന്ത്യ അങ്ങനെ വലിയ മഹാരാജ് എന്ന് പറഞ്ഞ് നിൽക്കുന്നത്? എനിക്ക് സഹിക്കാൻ പറ്റൂല. പിന്നെ അതിന്റെ ഉള്ളിലുള്ള എന്റെ മോനാണ്. ഞങ്ങളെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. അമ്മയും ഭാര്യയും ഓനും ഫ്രണ്ട്സാണ്. ഇങ്ങനത്തെ ഒരു കുടുംബങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. മനസ്സുകൊണ്ട് സംസാരിക്കുന്നവരാ ഞങ്ങള്. ഒരാളെ മനസ്സിലെ ചിന്തകൾ ഞങ്ങൾ 3 ആളിലും ഒരുപോലെ പോകും. 3 മണിക്ക് തലേന്ന് രാത്രി എന്തെങ്കിലും കാരണത്താൽ ഓൻ വിളിക്കാൻ പറ്റിയില്ല. രാവിലെ 3 മണിക്ക് ഞാൻ എണീക്കുന്ന സമയത്ത് മോന്റെ മെസ്സേജ് എന്റെ ഫോണിലുണ്ടാവും. എന്റെ ഫോണെടുത്ത് നോക്കി അങ്ങ് കാണാം. ഈ വൈകാരികമായ സമ്മർദ്ദം
എന്റെ മോനെ അവിടുന്ന് ഓരോ ആക്സിഡന്റിൽ എന്തെങ്കിലും സംഭവിച്ചു പറഞ്ഞാൽ ഞാനത് ഉൾക്കൊള്ളും. ഈ ആരോഗ്യവും ബുദ്ധിയും പിന്നെ ഞങ്ങളെ എങ്ങനെ വിഷമിക്കുമോന്ന് ചിന്തിക്കുന്ന നല്ല ഓർമ്മയുള്ള സമയം മുഴുവനും ചിന്തിച്ചിട്ടുണ്ടാവും വീട്ടുകാരെത്രത്തോളം വിഷമിക്കുന്നതെന്ന്. പിന്നെ അവന്റെ മാനസിക നില തകരുന്നതും ആരോഗ്യം വഷളാകുന്നതും ഒക്കെ ഞാൻ എന്റെ മനസ്സിൽ ഇത്രയും ദിവസങ്ങളിൽ കണ്ട് 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 എനിക്ക് സഹനം എന്നുള്ള എന്റെ അങ്ങേ തലക്കെത്തിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറയാണ്ട്, ഇത് കാഴ്ചക്കാർ കുറച്ച് കോമാളികള് നെഗറ്റീവ് കമന്റ് അടിക്കുന്നുണ്ട്. അവർക്ക് ആർക്കും അറിയില്ല ഈ നേരിട്ട് സഹിക്കുന്ന ആളുകളെ മനോവിഷമം. അങ്ങനെയുള്ളവർക്കും കൂടെ ഞാൻ ഒന്നും അല്ല പറയുന്നില്ല. ഇത്രയൊക്കെ എനിക്ക് എന്റെ മോനെ ഇനി ജീവനോടെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയില്ല. കാരണം ഞാനിന്ന് വൈകുന്നേരം അറിഞ്ഞ് വീഴാൻ ചാൻസ് ഉള്ളൊരു വലിയ കുഴി അവിടെ ഉണ്ടായിട്ട് ആ കുഴീന്റെ മേത തപ്പാതെ അവിടേക്ക് മണ്ണ് കൊണ്ടുപോയിട്ട് അവിടുത്തെ ഭരണത്തിനോട് അവിടുത്തെ പോലീസിനോട് ഒന്നും എനിക്ക് ഒരു വിശ്വാസം വരുന്നില്ല. ഇപ്പം കേന്ദ്രത്തിനോടും വരുന്നില്ല. ഇമ്പൊക്കെ സത്യമായിട്ടുമ്പോളെ MP സാറ് ഇമ്പളെ ഇവിടുത്തെ ഈ പത്രപ്രവർത്തകര് ഇവിടുത്തെ എല്ലാ ചാനലുകളും പത്രം എന്ന് പറയുന്ന ഈ ചാനലുകളെ പിന്നെ ഇവിടെ വേറെ കക്ഷി രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത എല്ലാ ആൾക്കാരും എല്ലാവരും തന്നെ ഇപ്പോഴെ എല്ലാ സപ്പോർട്ടും ചെയ്ത് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും സഹായം പോയി കിട്ടിയില്ല. കേന്ദ്രം ഇപ്പോൾ സഹായിക്കാനാണ് പട്ടാളത്തിനെ അങ്ങോട്ട് വിട്ടിരുന്നത് എങ്കിൽ അതിന് വേണ്ട എക്യുപ്മെന്റ്സും ഉണ്ടാവുകയും അതെടുക്കുകയും ചെയ്യേനി. ഞങ്ങൾ മനസ്സ് പ്രതീക്ഷ എന്താ പറയാ ടണൽ ദുരന്തത്തിലൊക്കെ പെട്ട പോലെ എന്റെ മോൻ ജീവനോടെ തിരിച്ചു വരുന്നു. ആ ഒരവസ്ഥ ആ പ്രതീക്ഷയും എനിക്ക് മാറി. മതി, എനിക്ക് അത്രേ പറയാം. എന്താ ചോദിക്കാണ്ടോ? വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ? ഉണ്ടോ? ഞങ്ങള് പട്ടാളക്കാരെന്ന് പറയുന്ന ഒരു അഭിമാനത്തോടെ കാണുന്ന ആൾക്കാരാണ്. ഞങ്ങള് അച്ഛൻ പട്ടാളക്കാരനാണ്. ആ ഒരു അഭിമാനമൊക്കെ തെറ്റിപ്പോവുക. ഇപ്പൊ എന്താ നടക്കുന്നത്? ഈ 4 വർഷത്തെ പട്ടാളം എന്ന് പറയുന്നത് ഇങ്ങനെ കൂലിക്ക് ആയിട്ട് ആൾക്കാരെ കാണിക്കാൻ ഗോഷ്ഠി കെട്ടി വിടുന്ന സംഭവമായിട്ടാണോ ഇപ്പം വരുന്നത്?